ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ്സ്മാൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കേണ്ട ഒരു വീഡിയോ ആണ്. ഓട് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഫിഷ് ടാങ്ക് ഉണ്ടാക്കുക എന്നുള്ള ഒരു ചെറിയ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത്. ഈ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നായിട്ട് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 4 ഓടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ആ ഓടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. സംഭവം അത് പെയിൻ്റ് എടുക്കാറുള്ളതാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഈ 4 ഓട് നമ്മൾ ഒരു ഇതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മീൻകുഴി ഉണ്ടാക്കാനുള്ള ആ സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതാ ഓരോ ഓട് എടുത്തിട്ട് ചതുരാകൃതിയിലാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓടൊക്കെ വെച്ച് ചതുരാകൃതിയിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സിമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് മണൽ ഉപയോഗിക്കാതെ കുറച്ച് ടൈറ്റ് ആക്കിക്കാണ്ട് ഗ്രൗട്ട് മാതിരി കുറച്ച് ടൈറ്റാക്കി ലൂസാക്കിയത് ടൈറ്റ് ആക്കിക്കൊണ്ട് കുറച്ച് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കലക്കാം. ഇനി നമ്മൾ ഈ ഓടിൻ്റെ ഈ 4 മൂല ഉണ്ടല്ലോ, അത് പിന്നെ കുറച്ച് സിമെൻറ്റ് ടൈറ്റാക്കി കലക്കിക്കാണ്ട് ഇവിടെ നിന്ന് തേച്ച് കൊടുക്കാൻ പോകണേ. അത് മാക്സിമം കൈ കൊണ്ട് നന്നാവില്ല, ചട്ടക ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കയ്യിലൊരു ഓറൊക്കെ ഇട്ടുകൊണ്ട് ചെയ്താൽ മതി. ഈ ഗ്യാപ്പ് ഒറ്റ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല, ഗ്യാപ്പ് ഫുള്ള് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് കറക്റ്റ് ചെയ്യണം. ഈ ഒരു സൈഡ് നമ്മൾ ഫിനിഷായി, നമ്മൾ ഇനി അടുത്ത സൈഡ് ചെയ്യാം. ഇതേപോലെ വലിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഒരു കല്ലൊക്കെ വെച്ച് കൊടുത്താണ്ട് അത് സെറ്റാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പ് അടിച്ചാൽ മതി. ഇതുപോലെ തന്നെ ഈ 4 ഗ്യാപ്പ് നമ്മൾ കറക്റ്റായിട്ട് ഫുൾ ഗ്യാപ്പ് അടച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗവും നമ്മൾ ഗ്യാപ്പുകളൊക്കെ അടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് സിമെൻറ്റ് ഇട്ട് വെക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് ഈ ഓട് പൊട്ടിയ ഓടാളുണ്ടല്ലോ, അത് ഇതേമാതിരി ഫുള്ള് പൊട്ടിച്ച് കൊടുക്കട്ടെ. അതിന് മൊത്തം ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ അധികം ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഓടൊക്കെ പൊട്ടിച്ചുകൊണ്ട് നമ്മൾ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് സിമെൻറ്റും അതേമാതിരി മണലിൻ്റെ പകരം എംസാൻ്റെ എടുത്തിട്ടുള്ള എംസാനും കൂട്ടിക്കാണ്ട് കുഴക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മൾ എംസാൻഡും സിമെൻറ്റും കലക്കി വെച്ച് ഇവിടെ ഇടാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മൾ ഉള്ളിൽ സിമെൻറ്റൊക്കെ ഇട്ട് ഫുള്ള് ഗ്യാപ്പൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സെറ്റ് ആയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. അപ്പോൾ ഇത് ചെയ്തിട്ട് ഏകദേശം കുറച്ച് ദിവസമായി. അപ്പോൾ സിമെൻറ്റൊക്കെ നല്ല ഉറച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൽ പെയിൻ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഉൾവശത്ത് ഉള്ളിൽ ആദ്യം പെയിൻ്റ് അടിക്കുക. നമ്മൾ നീല പെയിൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് അടിച്ചു കൊടുക്കാം. ഈ ഒരു കളർ പെയിൻ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടിക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നീല പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ പുറത്തടിക്കാൻ വേണ്ടി പോകുന്നത് റെഡ് കളറാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല റെഡ് കാവ്യം നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വേണം നമുക്ക് അടിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് മീൻകുഴിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഒക്കെ പെയിൻ്റൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെള്ളം നിറഞ്ഞുകാണ്ട് ഈ ഓടിൻ്റെ ഈ ഗ്യാപ്പുകൾ കുറച്ച് വെള്ളം ഒലിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും നമ്മളെ മീൻകുഴി ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ മീൻ ഇടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ പെയിൻറ്റിൻ്റെ ആ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 ദിവസം ഈ വെള്ളം ഇതിൽ കെടുക്കണം.
എന്നിട്ട് ആ പെയിൻറ്റിൻ്റെ അതൊക്കെ പോയതിന് ശേഷം ഈ വെള്ളം ഒഴിവാക്കിയിട്ട് അടുത്ത വെള്ളം പാർന്നതിന് ശേഷം മീനിനിടൊക്കെ നന്നാവുക. അല്ലെങ്കിൽ മീനിട്ടില്ലെങ്കിൽ ആ പെയിൻറ്റിൻ്റെ ഒക്കെ ഒരു ഇതുകൊണ്ട് ആ മീനുകളൊക്കെ ചാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് 2 ദിവസം ഇങ്ങനെ വെള്ളം ഇട്ടിട്ട് പിന്നെ ഈ വെള്ളം ഒഴിവാക്കിയിട്ട് അടുത്ത വെള്ളം പാർന്നതിന് ശേഷം മീനിനൊക്കെ ഇടുക. അതേമാതിരി ഈ അക്വേറിയത്തിലുള്ള കല്ലുകളൊക്കെ ഇട്ടാൽ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ ഓട് കൊണ്ട് ഉണ്ടാക്കിയ അക്വേറിയം. അപ്പോൾ ഞങ്ങൾ ഫിഷ് ടാങ്ക് ഉണ്ടാക്കേണ്ട വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സംഭവമായിട്ടാണ്. ഈ ഓടൊക്കെ എല്ലാവരും വീട്ടിൽ ഒരുവിധം എല്ലാവരും വീട്ടിലൊക്കെ ചിലപ്പോൾ പഴയ ഓടുകളൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണത്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.